മാപ്പിളപ്പാട്ടിന്റെ തട്ടമിട്ട് കുട്ടിപ്പാട്ടുകാർ ഗാനവിസ്മയം തീർക്കുന്ന പാട്ടരങ്ങ്. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് പ്രസൻസ് കുട്ടിപ്പാട്ടുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഹാപ്പി പവർഡ് ബൈ ബ്യൂട്ടി മാ ഗോൾഡ്. കുട്ടിപ്പട്ടുമാൽ സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വിധികർത്താക്കളെ ഷബ്നത്ത, ഫിറോസ്ക ആൻഡ് സജ്ലത്ത. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ലൈവ് ഓർക്കസ്ട്ര ടീം. ഇന്നത്തെ സുമായ വേദിയിലെത്തുന്നു മനസ്സിനക്കരെ റൗണ്ടിൽ ഫാത്തിമ. ഫാത്തിമ, ഏത് പാട്ടാ പാടുന്നേ? പൊന്നു വിളയുന്ന നാട്ടിൽ. അപ്പൊ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് പാടാന്നുള്ള സുന്ദരിയായി വന്നിട്ടുണ്ട് അല്ലേ? നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ? നന്നായി പാടാം. All the best. Thank you. പൊന്നു വീളയുന്ന നാട്ടിൽ കൺമണിയും പോയി പെണ്ണിവൾ ഞാൻ കണ്ണുനീർ കുടിച്ചിരിക്കലായി. പൊന്നു വീളയുന്ന നാട്ടിൽ കൺമണി ിൽ
ഫാത്തിമ നന്നായി പാടാൻ പറ്റിയോ? നന്നായി പാടിയില്ലേ? കമന്റ്സ് ചോദിക്കാം. ഫിറോസ്ക. നെഹലക്കുട്ടി കരഞ്ഞു പാടി പെട്ടെന്ന് ഷാന വിളിച്ചപ്പോൾ ചിരിയിലേക്ക് വന്നോ? അതെങ്ങനെ സാധിച്ചു? ഞാനതിങ്ങനെ നോക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ഫീൽഡിൽ നിന്ന് പാടിയ കുട്ടി ഷാന വിളിച്ചപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ചിരിച്ചത് എന്ന്. അതാണ് നെഹല അല്ലേ? മോളെ അസാധ്യമായിട്ട് പാടി കേട്ടോ. ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് പാടി. ഫീൽ ഇതാ ഈ പേപ്പറിൽ മൊത്തം ഫീൽ 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 എന്നാണ് മോളെ മൊത്തമായിട്ട് എഴുതി വെച്ചത് കേട്ടോ. അതിനാണ് ഈ പാട്ടിൽ പ്രാധാന്യം. അത് മോള് എല്ലാ സ്ഥലത്തും ഉൾക്കൊണ്ട് പാടി. ഒരു ഭാര്യ അല്ലേ, ഭർത്താവ് പിരിഞ്ഞിരിക്കുന്നു. നമ്മളെ റൗണ്ടിൻ്റെ പേരെന്താ? മനസ്സിനക്കരെ റൗണ്ടിൽ മോള് പുതിയാപ്പള അക്കരയും നഹലക്കുട്ടി എന്ന പുതിയണ്ണക്കരയുമാണ്. അത്രയും അറിഞ്ഞാൽ മതി ഇപ്പോൾ കേട്ടാ. എന്നിട്ട് ഇവിടെ നിന്നും പാടുകയാണ് കേട്ടോ മോളെ. റൗണ്ടിന് വലിയ ഒരു വലുപ്പമുണ്ട് ഈ റൗണ്ടിന്. മോള് അത് ഉൾക്കൊണ്ട് പാടി. അവസാനം പാടി വന്ന് പ്രാണനാഥ പോയതോർക്കൂ മണിയറയിൽ നിന്ന് പ്രേയസി 17 പിരിഞ്ഞു വന്ന് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഇത് നടക്കുന്നതാണ് മോളെ. അതിൻ്റെ വിഷമമൊന്നും അത് ഞാൻ കുട്ടികളെ പിരിയുന്ന ഉപ്പയെ പറഞ്ഞ പോലെ അതിനേക്കാൾ വലിയൊരു അടർത്തി മാറ്റലാണത്. ആ യാത്ര ശവം പോകുന്ന പോലെയായിരിക്കും ചിലപ്പോൾ പോവുക. ബാഗും തോളിലിട്ടിട്ട് പോയേ പറ്റൂ. അറബി വിളിക്കുന്നു, ടിക്കറ്റിൽ വേറെ കൺഫർമേഷൻ കിട്ടാനില്ല. ചെറിയ ജോലിയാണ്. ആ ജോലി നഷ്ടപ്പെട്ടാൽ ഇവിടെ ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, കല്യാണം കഴിച്ചു ഒരു സമയത്ത്. അങ്ങനെ പോവുകയാണത്. അതൊരു യാത്രയാണത്. ഇങ്ങനെ പോവും, അങ്ങനെ അവിടെ എത്തിപ്പെടും. പിന്നെ ആ റൂമിലെത്തിയാലുള്ളൊരവസ്ഥ പറയാതിരിക്കുക നല്ലത്. അതെനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ഞാൻ എങ്ങനെയോ ഒരു പ്രവാസിയായിരുന്നു. ഞാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് നാട്ടിലെത്തി എന്ന് ഞാനിപ്പോൾ പറയും. ഞാൻ ദൈവത്തെ മറന്ന് പറയുകയല്ല. എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും ദൈവത്തെ മറന്ന് പറയുകയല്ല. ആ നാട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മണിയറയിൽ മലർമണം മാഞ്ഞിടുവതിന് മുമ്പ് മണവിയാമെൻ കയ്യിലെ മൈലാഞ്ചിമായും മുമ്പ്. മൈലാഞ്ചിയുടെ കളർ എത്ര ദിവസം നിൽക്കും? കുറച്ച് ദിവസമല്ലേ നിൽക്കുള്ളൂ. അത് മായുന്നതിൻ്റെ മുമ്പ് പോയി. പിന്നെ മോളിതിലൊരു ഫിലോസഫി ഉണ്ട് ഇതിൽ മോളെ. അഗ്നിഗോളം പോലെ എൻ്റെ ആശകൾ കത്തിജ്വലിച്ചാൽ അറബ് രാജ്യത്തേക്ക് വീശി എണ്ണയിലത് തീ പടർത്തു. പെണ്ണ് നിസ്സഹായി കണ്ണ് തോരാതായി. അതൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റാണത് മോള്. ഇതൊന്നും മോൾക്ക് മനസ്സിലായിട്ടില്ല ഞാനീ പറഞ്ഞത്. എന്നാലും മോള് ഇതിൻ്റെ രത്നച്ചുരുക്കം മോൾ അസാധ്യമായിട്ട് പാടിയെന്നുള്ളതാണ്. മോളിതിൻ്റെ വരികൾ ഉൾക്കൊണ്ട് ഇതിൽ കുറച്ച് പ്ലാനുകൾ ചെറുതുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് പാടിത്തരാം മോൾക്ക് മനസ്സിലാവാൻ. വെറുതെ ഒന്ന് പാടിത്തരാം. പൊന്ന് വീളയുന്ന അങ്ങനെ പാടാം. അങ്ങനെയാണ് പാട്ട്. ഇതിൻ്റെ ഒരുപാട് ട്യൂൺ ഞാൻ പാടിയിട്ടുണ്ട് കാസറ്റിൽ. ഒറ്റ വീർപ്പ് നിന്ന് പോയാൽ തീരുമഹങ്കാരം ഒക്കെയും പടച്ച റബ്ബിൽ തേട് സദാ നേരം. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് നമ്മളെല്ലാം പോകും. മന്നവനല്ലാതെ മറ്റാരന്ന് തുണയേകും. ഇത് ഞാൻ പാടിയതിൻ്റെ വേറൊരു ട്യൂണാണ്. അപ്പോൾ മോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സംഗതികൾ മോളുടെ സംഗതികളാക്കിയിട്ടാണ് പാടിയത് അല്ലേ. പക്ഷെ അവിടെയൊക്കെ ഫീൽ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് ഞങ്ങളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ മോളെ. ഇത് പറയണതിൻ്റെ ശില്പികളെ ഓർക്കണം. KG സത്താർക്ക വലിയ പാട്ടുകാരനാണ് അല്ലേ. സത്താർക്കയ്ക്ക് സമർപ്പിച്ചിരുന്നു നമ്മൾ മുമ്പ്. സത്താർക്ക എഴുതി, സത്താർക്ക ഈണമിട്ട് എന്ന് പറയേണ്ട, സത്താർക്ക ഒരു ഈണത്തെ അഡോപ്റ്റ് ചെയ്ത് എഴുതിയതാണ്. ഇത് ശൈലജേച്ചിയാണ് പാടിയത്. ഏത് ശൈലജേച്ചി എന്ന് പറയേണ്ടതുണ്ട്. പല ഷോകളിലും ശൈലജേച്ചിയെ ചിലരൊക്കെ SP ശൈലജ എന്ന് പറയുന്നുണ്ട്. SP ശൈലജ അല്ല. SP ശൈലജ SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ പെങ്ങളാണ്, പിന്നണി ഗായികയായ ശൈലജേച്ചി. ഇത് M ശൈലജ, പീർ മുഹമ്മദ് കയുടെ കൂടെ പാടിയ M ശൈലജ എന്നത് എൻ്റെ പ്രിയപ്പെട്ട ശൈലജേച്ചി പാടിയ പാട്ടാണ് കേട്ടോ. മോള് മനോഹരമായിട്ട് പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക. ഫാത്തിമ കുട്ടി, എക്സലൻറ്റ് ഫീൽ, എക്സലൻറ്റ് സിംഗിങ്. ഫീൽ പറയാൻ വാക്കുകളില്ല ഫീലിനെ കുറിച്ച് പറയാൻ. ഓ നെഹല, നീ ഇത്ര ഫീൽ കൊടുത്ത് പാടുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല.
കേട്ട് പരിചയമുള്ള ട്യൂണാണ്. കുറേ മാപ്പിളപ്പാട്ടുകളുണ്ട് ഈ ഒരു ട്യൂണിൽ. ഫിറോസ്ക തന്നെ പറഞ്ഞു, ഫിറോസ്ക പാടിയ 2 പാട്ടുകളുണ്ട്. കേട്ട് പരിചയമുള്ള ട്യൂണാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു റൗണ്ടിന് പറ്റിയൊരു ട്യൂൺ പാട്ട്, നല്ലൊരു പാട്ടാണ്. മോള് എങ്ങനെയാണ് ഈ ഫീലൊക്കെ കൊടുക്കാൻ, എവിടുന്നാണ് പഠിച്ചേ? ഉമ്മ പറഞ്ഞത്. ഉമ്മ പാടുമായിരുന്നോ? പാടും. ആ, ഇപ്പൊ ഇവിടെ ഇല്ല, അതെനിക്കറിയാം. ലാലിയിലെ പാടി ഉമ്മ. ഇപ്പൊ ഉമ്മാമയാണല്ലേ വരാറ് കൂടെ? ആ, ഉമ്മാമ പാടുവോ? ഉമ്മാമയും പാടും. ഉമ്മാമനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം. ഇപ്പോ പാടിപ്പിച്ചാലോ? അവിടുന്ന് വേണ്ടാന്ന് പറയാണ്. ഉമ്മാമ വേണ്ടെന്ന് പറയാണ് അല്ലേ? ഇല്ല, ഒരു 2 വരി പാടാം ഉമ്മാമക്ക്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ. അപ്പൊ നെഹലക്കുട്ടി, മോളെ പാട്ടിനെ കുറിച്ച് വലിയ ഇതിലൊന്നും പറയാനില്ല. ഫീലിൽ തന്നെ നമ്മൾ ഫീലായി പോയി. പിന്നെ പല്ലവിയിൽ എനിക്ക് ആകെ ഒരു പോർഷൻ മാത്രം ഒന്ന് ക്ലിയർ ആക്കായിരുന്നു തോന്നി. കൺമണിയും കഴിഞ്ഞിട്ട് പോയില്ലേ, അത് എവിടെയും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. എന്തായാലും നന്നായി പാടി മോളെ. താങ്ക് യു സജ്ലത്ത. ഷബ്നത്ത, അടിപൊളിയായിരുന്നു മോളെ. മോൾക്ക് ഇത്രയും ഇവിടെ എല്ലാവരും പറഞ്ഞു ഫീലാണെന്ന്. ആ ഫീല് കിട്ടിയ എവിടെ നിന്നാണെന്നുള്ളത് ഉമ്മമാൻ്റെ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി. ഉമ്മമ്മയുടെ പാട്ടിന് എന്തൊരു ഫീലായിരുന്നെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് പാടിയതിൽ എന്താണ്, നീർപ്പോളകളുടെ ലാളനമേറ്റു നീലത്താമര വിരിഞ്ഞു എന്ന് പറയുന്ന പോലെ ഉമ്മാടെയും ലാളന കേട്ട്, അത്രയും ടാലൻറ്റഡ് ആണ് അവർ. അവരുടെ ലാളന കേട്ടിട്ട് വിരിഞ്ഞ നീലത്താമരയാണ് നമ്മുടെ നെഹലക്കുട്ടി. സന്തോഷാണോ? ഇപ്പോൾ ഹാപ്പിയാണോ? കാണുന്നുണ്ട്. അസാധ്യമായ ഫീലായിരുന്നു മോളെ, പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും അത് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫീലായിരുന്നു പാട്ട്. അതുപോലെ എന്താ പറയുക, ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോവുമായിരുന്നു. എന്തായാലും നമ്മുടെ നീലത്താമരയ്ക്ക് എൻ്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. നെഹലക്കുട്ടി, നല്ല കമന്റ്സ് കേട്ടു, ഉമ്മാമ്മന്റെ പാട്ട് കേട്ടു, സന്തോഷായില്ലേ? ഇനി എന്തും കൂടെ വേണോ? മാർക്ക് ചോദിക്കാം. സജ്ലത്ത 29 on 30. ഫിറോസിക്ക 39. 39 on 40. ഷബ്നത്ത 29 again on 30. അപ്പം നമ്മുടെ ഫാത്തിമ നെഹ്ലക്ക് മനസ്സിനക്കരെ റൗണ്ടിൽ 97 on 100. നെഹലക്കുട്ടി, അപ്പൊ ഉമ്മാമക്കും നെഹലക്കുട്ടിക്കും വേണ്ടിയിട്ട് ഒരു സമ്മാനം തട്ടെ. ഇത് ഉമ്മാമ കൊടുക്കുവോ? റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന ഒരു സമ്മാനം നെഹലക്കുട്ടിക്ക്. ഹാപ്പി? അടുത്തതായി കുട്ടിയും കോലും റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു അസ്ന ആൻഡ് അക്ഷയ്. അസ്ന ആൻഡ് അക്ഷയ് കുട്ടിപ്പറ്റുമാലിന്റെ വേദിയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. കുട്ടിയും കോലും റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നേ? പേരിക്കാത്തോട്ടത്തിൽ. എങ്ങനെ ഉണ്ടായിരുന്നു അക്ഷയന്റെ കൂടെ പ്രാക്ടീസ് ഒക്കെ? കുഴപ്പമില്ല. അതിന് മുമ്പ് അസ്ന, യു ആർ ലുക്കിംഗ് വെരി ഗോർജിയസ് ഇൻ ദിസ് പിങ്ക്. ഉമ്മാന്റെ സെലക്ഷൻ ആണോ? നന്നായിട്ടുണ്ട്. അക്ഷയ്, എങ്ങനെ ഉണ്ടായിരുന്നു അസ്നേന്റെ കൂടെ പ്രാക്ടീസ് ഒക്കെ? ഉഷാറായിരുന്നു. അപ്പം നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. പൊന്നത്തിക്കാറ്റോട് തേങ്ങി പറയുന്നു
അക്ഷയ്, നല്ലൊരു സ്വീറ്റ് മെലോഡിയസ് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടായിരുന്നു അല്ലേ? കമൻസ് ചോദിക്കാം. സജിലത്ത. അക്ഷയ് ആൻഡ് അസ്ന, നിങ്ങൾ അവിടെ നിന്ന് പാടുമ്പോൾ നിങ്ങളുടെ ഗ്രാഫിക്സ് ബാക്കിൽ പിന്നിലുണ്ടായിരുന്ന ഗ്രാഫിക്സ് മോളുടെ ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ള ഇലകളായിരുന്നു. ആ ഇലകൾ ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു നിങ്ങൾ അവിടെ നിന്ന്. ആ ഒരു എന്താ പറയുക, ഒരു പേരക്കത്തോട്ടത്തിലൊക്കെ നിന്ന് ശരിക്കും നിങ്ങൾ അവിടെ ആസ്വദിച്ച് പാടുന്ന ഒരു ഫീലായിരുന്നു. കാണാനും അതുപോലെ മനോഹരമായിരുന്നു കേൾക്കാനും. രണ്ടാളും സൂപ്പറായിട്ട് പാടി. അക്ഷയ് ഫസ്റ്റ് പല്ലവി പാടി തുടങ്ങി. അക്ഷയിൽ നിന്നും നമുക്കറിയാം അക്ഷയ് ഇങ്ങനെ പാടുന്നുള്ളത്, അത് തെളിയിച്ചൊരു കുട്ടിയാണ്. അപ്പം അക്ഷയുടെ കൂടെ അസ്ന പാടുമ്പോൾ അസ്ന അക്ഷയുടെ അത്ര എത്തുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അക്ഷയ് എന്താണോ പാടിയത് അതുപോലെ തന്നെ അസ്നയും വളരെ മനോഹരമായിട്ട് പാടി. ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗിങ് ആയിരുന്നു രണ്ടാളും. അക്ഷയുടെ ഞാൻ പറയുന്നില്ല, അത് അവിടെ അവൻ അത് തെളിയിച്ചൊരു കാര്യമാണ്. അസ്നയുടെ കാര്യം പറയാണ്, ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന അതേ ഒരു ലെവലിൽ അസ്ന ഇന്ന് പാടി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് അനുപല്ലവി ചരണം ആ പോർഷൻസൊക്കെ എന്ത് വൃത്തിയായിരുന്നു എന്നറിയോ. ക്ലീൻ സിംഗിങ് എന്ന് പറഞ്ഞാൽ ക്ലീൻ സിംഗിങ്, നല്ല വൃത്തിയുണ്ടായിരുന്നു. പിന്നെ പല്ലവിയിൽ രണ്ടാളും പാടിയ പ്ലാൻസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അക്ഷയുടെ അതിൽ നിന്നും ഇത്തിരി ഒരു മാറ്റം ഉണ്ടായിരുന്നു അസ്നയുടെ. എനിക്ക് തോന്നുന്നു ഒറിജിനൽ പാടിയത് അക്ഷയാണ്, ഇത്തിരി മാറി പാടിയതാണെങ്കിലും അസ്നയുടെ കേൾക്കാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു അസ്നയുടെ ഇന്നത്തെ പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. ഫിറോസിക്ക. അസ്ന, അക്ഷയ് മനോഹരമായിട്ട് പാടി കേട്ടോ. മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു പാട്ടാണ് മക്കളെ. അറിയോ? PT അബ്ദുറഹ്മാൻ ക, ചാന്ദ് പാഷ, പീർക്ക, M ശൈലജ ചേച്ചി ഇവർ ചേർന്ന് പാടിയ മനോഹരമായൊരു കോമ്പിനേഷൻ അല്ലേ? അതിൽ ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാവരും മനസ്സേറ്റിയ ഒരു പാട്ടാണിത്. പീർക്ക നമുക്ക് ഏറ്റവും കൂടുതൽ പാടി തന്നിട്ടുള്ളത് എന്ത് പാട്ടാണെന്നറിയാം മോൾക്ക്? കല്യാണപ്പാട്ടുകളും റൊമാൻറ്റിക് സോങ്ങുകളുമാണ്. കല്യാണപ്പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ, പിന്നെ പ്രണയഗാനങ്ങളാണ് ഏറ്റവും നല്ല പ്രണയഗാനങ്ങൾ. അതിലെ ഒരു മനോഹരമ എന്താ വരികൾ, അതിൻ്റെ മോൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞോ? എന്താ തുടക്കം, എന്താ വരി? പേരക്കത്തോട്ടത്തിൽ പെൺമൈന കേഴുന്നു. ആ, പേരക്കത്തോട്ടത്തിൽ പെൺമൈന കേഴുന്നു. എവിടെയാ പേരക്കത്തോട്ടം? പേരക്കത്തോട്ടം എവിടെയാ? എവിടെയാണ്? നാട്ടിൽ, നമ്മുടെ നാട്ടിൽ. ആ, പിന്നെ ആ കാരക്കത്തോട്ടം എവിടെയാ? കാരക്കത്തോട്ടത്തിൽ ആര് പോയി? ആൺമൈന പോയെന്ന്. എവിടെയാ കാരക്കത്തോട്ടം? കാരക്കയുടെ നാടേതാ മോളെ? ഈത്തപ്പഴത്തിൻ്റെ നാടേതാ? അതൊന്നും ആലോചിച്ചിട്ടില്ല അല്ലേ? ഞാനൊരു പാട്ട് കിട്ടിയത് പഠിച്ചു. കാരക്കത്തോട്ടം ഗൾഫിലാണ് അല്ലേ? കടൽ കടന്ന അപ്പുറം. അതാണ് കാരക്കത്തോട്ടത്തിൽ ആൺമൈന പോയെന്ന്. പേരക്കത്തോട്ടത്തിൽ പെൺമൈന കേഴുന്നു. പെണ്ണിവിടെ ഇരുന്ന് കേഴുകയാണ്, കാരക്കത്തോട്ടത്തിൽ എൻ്റെ ആണ് പോയെന്ന്. എന്താ പ്രയോഗമൊക്കെ അല്ലേ? പേരക്കത്തോട്ടം, കാരക്കത്തോട്ടം, പ്രാസം ഒപ്പിച്ച് എഴുതിയതാണത്. അത് ഒരു കവി തന്നെയാണ് പീട്ടിക്ക, ഒരു സംശയമില്ല. മക്കൾ നന്നായി പാടി. ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. മനോഹരമായിട്ട് പാടി കേട്ടോ. അക്ഷയ് ഭയങ്കര സപ്പോർട്ടായിരുന്നുടാ. അക്ഷയ്യെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക്, അക്ഷയ്ക്ക് ചേർന്നൊരു ശ്രുതിയാണോ ഇതെന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി. അക്ഷയ് ഇങ്ങനെ അവസാനമൊക്കെ കുറച്ച് സ്ട്രെയിൻ ചെയ്തോ. ഏറ്റവും അവസാനമൊക്കെ എത്തിയപ്പോൾ ലെവനെ കുറച്ച് സ്ട്രെയിൻ. നിൻ്റെ ശ്രുതി അല്ല ഇത്, നിനക്ക് ഒരു നോട്ടും കൂടെ ഇറങ്ങിയാൽ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ നീ എന്ത് രസമായിട്ടാണ് പാടിയത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ സംഗതികളില്ലേ, ക്രിസ്പി ആയിട്ടുള്ള പ്ലാനുകൾ, അത് മോൻ മനോഹരമായിട്ട് പാടി. മോൻ അങ്ങനെ പാടിക്കൊടുത്തപ്പോൾ അസ്ന അതിനോട് ഉയർന്ന് പാടി. മോൻ പാടാത്ത ഒന്ന് രണ്ട് സാധനങ്ങളും അസ്ന പാടിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചെറിയ സംഗതികളാണ് പറയുന്നത്, സംഗതിയൊന്നുമല്ല, ചെറിയ ടച്ചുകൾ. അസ്ന മനോഹരമായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഷബ്നത്ത. അക്ഷയ്, അസ്ന, വണ്ടർഫുൾ. അസലായിട്ട് പാടി രണ്ടുപേരും. അക്ഷയുടെ കാര്യം പറയാനില്ലല്ലോ. അക്ഷയ് ഒരു ശരിക്കും വളരെ മെച്ചുവേർഡായിട്ട് തന്നെ പാടുന്നുണ്ട് മോനെ. ഒരു മോൻ കഴിഞ്ഞ സീസണിൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ
മോനിപ്പോൾ പാടുന്ന സമയത്ത് ആ ഒരു ജസ്റ്റ് ഒരു കഴിഞ്ഞ വർഷം കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് വന്ന ഒരു കുട്ടി പാടുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നത്. അത്രത്തോളം മോൻ ഇമ്പ്രൂവ്ഡ് ആയിട്ട് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സിംഗറിനെ പോലെയാണ് മോനിപ്പോൾ പാടുന്നത്. ഒത്തിരി സന്തോഷം. നാണം കുടുങ്ങി അസ്നാണോ ഈ പാടുന്നത്? ശരിക്കും ഒരുപാട് അഭിമാനമുണ്ട് മോളെ. കാര്യം എന്ന് പറഞ്ഞാൽ മോൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം, അതായത് ആദ്യം തൊട്ട് മോൾക്ക് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. മോഡുലേഷൻ കൊടുക്കണം, ഫ്ലാറ്റായിട്ടാണ് പാടുന്നത്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് കൊടുക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും മോൾക്ക് സംഗതികളുടെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇതുവരെ കറക്റ്റായിട്ട് മോൾക്ക് ഒരു സോങ്ങിലും വന്നിട്ടില്ല. എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സംഗതികൾക്ക്. പക്ഷേ ഈ ഒരു സോങ്ങിൽ മോള് പാടിയ സംഗതികളൊക്കെ വളരെ ബെസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം ബെസ്റ്റായിരുന്നു. കാര്യം ഞാനിങ്ങനെ അതിശയിക്കായിരുന്നു, അസ്ന തന്നെയാണോ ഈ പാടുന്ന ഈ സംഗതികളൊക്കെ ഇത്ര ബ്രൈറ്റായിട്ട്. കാര്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു സോങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ കണ്ടസ്റ്റൻസ് നമ്മൾ സ്റ്റാർട്ടിങ് ഒന്ന് പതറും, അല്ലെങ്കിൽ ഒരു ഇതായിട്ട് നിൽക്കും, ബാക്കി ടേക്ക് ഓഫ് ചെയ്യും. പക്ഷേ മോളുടെ സ്റ്റാർട്ടിങ് തന്നെ വളരെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. അസ്ന ആൻഡ് അക്ഷയ്, നല്ല കമൻസ് ആണ് കേട്ടത് അല്ലേ? മാർക്സ് ചോദിക്കാം. ഫിറോസിക്ക. അസ്നയ്ക്ക് 39. 39 on 40. സജിലത്ത 29. 29 on 30. ഷബ്നത്ത 29.5. 29.5 on 30. അപ്പം അസ്നയുടെയും അക്ഷയുടെയും ഈ ഡ്വറ്റ് പെർഫോമൻസിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് 97.5 on 100. നല്ല മാർക്സ് ആണ്. അപ്പം അസ്നയ്ക്കും അക്ഷയ്ക്കും റിഹാസ് വെഡിങ് തലശ്ശേരി ആൻഡ് ചേലാസ് വെഡിങ് സെൻറ്റർ അടൂർ നൽകുന്ന നല്ല 2 സമ്മാനങ്ങളുണ്ട്. ഹാപ്പി അല്ലേ രണ്ടാളും? അടുത്തതായി മെഹന്തി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നർമ്മദ. നർമ്മദ, എന്തോ മെഹന്തി റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നേ? മൈലാഞ്ചി എന്തിന്? ആ മൈലാഞ്ചി ഗ്രീനിഷ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മുഞ്ചത്തി ആയിട്ടുണ്ട്. നന്നായി പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല നിങ്ങളെന്തേ നോക്കിക്കണ്? കുട്ടികൾക്ക് മൈലാഞ്ചിയൊരു ബിജാറില്ല. എക്കത്തിനു ഇന്റെ കണ്ണ് വേണം. എന്റെ കമറോ എങ്കിലൊന്ന് സ്റ്റാർട്ട് ചെയ്യേ, ഓല് കളിച്ചോളൂ. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ. മാലകളെന്തിന് ഇവളുടെ മാറിൽ, മണിമുത്ത് തൂകുന്നില്ലേ നിന്നുടെ ചിരിയിൽ. മാലകളെന്തിന് ഇവളുടെ മാറിൽ, മണിമുത്ത് തൂകുന്നില്ലേ നിന്നുടെ ചിരിയിൽ. ജന്നത്തു കാണുന്ന നിന്നത്തെ പെണ്ണെ നിനക്കെന്നു മംഗല്യം, ഇന്നത്തെ രാവിലെ ശീലത്തെ ബൈത്തുകൾ പൊങ്ങണ മംഗല്യം. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ.
ചിനുക്കത്തക്കരയും ചിരിയെല്ലാം ഇതൾ ചുണ്ടിലൊളിയും ഇന്നെല്ലാം മാറ്റി വെക്കാൻ നേരമായില്ലേ ചിന്നു ചിന്നു ചിനുക്കത്തക്കരയും ചിരിയെല്ലാം ഇതൾ ചുണ്ടിലൊളിയും ഇന്നെല്ലാം മാറ്റി വെക്കാൻ നേരമായില്ലേ മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ മാലകളെന്തിന് ഇവളുടെ മാറിൽ മണിമുത്ത് തൂകുന്നില്ലേ നിന്നുടെ ചിരിയിൽ മാലകളെന്തിന് ഇവളുടെ മാറിൽ മണിമുത്ത് തൂകുന്നില്ലേ നിന്നുടെ ചിരിയിൽ ജന്നത്തു കാണുന്ന നിന്നത്തെ പെണ്ണെ നിനക്കിന്നു മംഗല്യം ഇന്നത്തെ രാവിലെ ശീലത വൈത്തുകൾ പൊങ്ങണ മംഗല്യം മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ നർമ്മദ, എന്തോ ഒരു മെഹന്തി റൗണ്ടിൽ ഒരു അടിപൊളി പെർഫോമൻസ് ആണല്ലേ നമ്മൾ കണ്ടത്. ഈ മൈലാഞ്ചി കല്യാണത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. സാധാരണ ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മളെ എല്ലാ വീടുകളിലും വല്യമ്മമാരുണ്ടാവും. അവർക്ക് പേരമക്കളെ കല്യാണമൊക്കെ ആകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. എന്താ അവിടെ എന്താ ഇവിടെ എന്താന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓടി നടക്കുന്ന കാണാം. അങ്ങനെ ഒരു വല്യമ്മമാനെയും കൂടി കൊണ്ടുവന്നു. അതാരാ? അൽഹനടും അൽഹനക്കുട്ടീൻ്റെ ഉമ്മാണത്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പനയും അതിൻ്റെ ആ ഒരു മേളം, ഒരു കല്യാണ വീട് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സജ്ലത്തെയും ഫിറോസ്കയും ഷബ്നത്തൊക്കെ അതിൻ്റെ ആ ഒരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സജ്ലത്താ, ഷാന പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരു കല്യാണ വീട്ടിലേ ഇരിക്കുന്നത് ഇപ്പോഴും. അതിൽ നിന്ന് ഇങ്ങ് വന്നിട്ടില്ല. മോളുടെ സിംഗിങ് ആണെങ്കിൽ ഉഫ്, അങ്ങ് ഹൈറ്റ്സിൽ നിൽക്കുകയാണ്. ഭയങ്കരമായിരുന്നു നർമ്മദ. അൽഹനയുടെ ഉമ്മാടെ ഇരുന്ന് തുടങ്ങാം. എന്തായിരുന്നു ഭയങ്കര ഒരു നമ്മളുടെ ഉമ്മാമ്മമാരൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വയസ്സായ ആൾക്കാരൊക്കെ നമ്മൾ താളം പിടിക്കുമ്പോഴൊക്കെ കറക്റ്റ് താളമൊന്നും പിടിക്കില്ല. ഒരു എങ്ങനെ എനിക്കത് കാണിക്കേണ്ട എങ്ങനെ അറിയില്ല. അതൊക്കെ ഞാൻ ഞെട്ടി ശരിക്കും. അതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തതെന്നാണ്. എല്ലാ കഴിവുമുണ്ട്. പാട്ട് പാടും, പാട്ട് എഴുതും, സംഗീതം കൊടുക്കും, ആക്ട് ചെയ്യും. എന്താണ് ഇനി എന്താണ് വേണ്ടേ അല്ലേ? ഡാൻസ് ചെയ്യോ? ഡാൻസും ഇനിയൊന്നും വേണ്ട. ഒരാൾക്ക് കിട്ടേണ്ട കഴിവുകൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കരം എല്ലാ പേരൻസിനും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ അൽഹനയുടെ ഉമ്മ. പിന്നെ മോളുടെ പാട്ടിലേക്ക് വരാം. മോളുടെ പല്ലവിയിൽ തന്നെ ശരിക്കും ഇന്നത്തെ ഒരു സിംഗിങ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിരുന്നു നർമ്മദ. അത് തന്നെയാണ് തുടക്കം പറയേണ്ടത്. ഭയങ്കര പവർഫുള്ളായിരുന്നു. എന്തോ ഒരു എനർജി നർമ്മദക്ക് കിട്ടിയതുപോലെ. ഇതുവരെ ഇങ്ങനെ ഒരു ഹൈലൊക്കെ പാടുമ്പോൾ ശരിക്കും പേടിച്ചിട്ടാണ് നർമ്മദ പാടാറ്. പക്ഷെ ഇന്ന് ആ ഒരു പേടിയും കണ്ടില്ല. തുറന്ന് ഭയങ്കര ഓപ്പണായിട്ട് പാടി. അതുകൊണ്ട് തന്നെ ഹൈ പോർഷൻസൊക്കെ അങ്ങ് എത്തി, കറക്റ്റ് എത്തിച്ചു പാടി. പിന്നെ ഇവളുടെ മാറിൽ ആ പ്ലാൻസൊക്കെ എന്താണെങ്കിൽ ഒഴുകി വരികയായിരുന്നു. ഒരു കള്ളത്തരവും അങ്ങ് ഒഴുകി അങ്ങ് വന്നു. പിന്നെ കോറസിന് എന്തായാലും ഒരു അടി വെച്ചിട്ടുണ്ട്. ആരോ ഒരാൾ എന്തോ ഒരു ട്യൂൺ തെറ്റിച്ച് പാടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കോറസ് പോർഷൻ എന്തോ ഒരു വൃത്തികേടുണ്ടായിരുന്നു. പിന്നെ മിനുമിനെ അവിടെ കൊടുത്ത സ്റ്റൈല്, മോള് വാക്കുകളൊക്കെ കുറച്ചുകൂടെ കട്ടി കൂട്ടിയിട്ടാണ് പാടിയല്ലേ. ആ ഒരു സ്റ്റൈൽ എനിക്കിഷ്ടമായി. പിന്നെ ചരണത്തിൽ ഒരു എക്സ്ട്രാ ഇംപ്രവൈസ് ചെയ്ത് പാടി. ഒരു പ്ലാൻ ഞാൻ പാടിപ്പിക്കുന്നില്ല, ഓരോ പ്ലസ് പോയിന്റ്സ് ഞാൻ പറയാണ്. അതൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് വലിയൊരു കാര്യം, കോറസ് അവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് റെസ്റ്റ് കിട്ടി ഈ പാട്ടിൽ. അതുകൊണ്ട് നമുക്ക് പണ്ട് വരുന്ന ഒരു പ്രശ്നം ഈ പാട്ടിൽ വന്നില്ല. അത് ഒരു വലിയൊരു ഭാഗ്യം. എന്തായാലും അടിച്ചു പൊളിച്ചു എല്ലാവരും. താങ്ക് യു സജ്ലത്ത. ഫിറോസിക്ക. നർമ്മദ, എന്തോ ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു മൈലാഞ്ചി കണ്ടിട്ടില്ലേ മോളെ. സത്യമായിട്ട് ഇത്ര കളർഫുള്ളായ ഒരു മൈലാഞ്ചി ഞാനൊരു സിനിമയിൽ പോലും അടുത്ത് കണ്ടോ എന്ന് സംശയമാണ്. ഇനി സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ഇങ്ങനെ ഒരു അമ്മായിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സജില പറഞ്ഞു അതിൻ്റെ ഫുൾ കാര്യങ്ങൾ. അങ്ങനെയുണ്ട് അമ്മായിമാർ
അത് ഒരു വല്ലാത്തൊരു, അത് എനിക്കും കാണിക്കാനൊന്നും ആവില്ല. പക്ഷേ താളമുണ്ട്. അത് ആരാണ്? ഷമീന ഗാനഭൂഷണമൊക്കെ കഴിഞ്ഞിട്ട് താളം എന്താണെന്ന് 100% അറിയുന്ന ഒരാൾ. അങ്ങനെ താളം അറിയുന്ന ഒരാൾക്ക് താളമില്ലാതെ താളം പിടിക്കാൻ കഴിയില്ല, അപതാളം പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഉമ്മാമ്മമാരങ്ങനെയാണ്. ഉമ്മാമ്മമാർക്ക് അതിങ്ങനെ ആസ്വദിച്ചിട്ട് ആ കോറസ് പാടുന്നവരുടെ കവിളത്ത് പോയിട്ട് ഒഴിഞ്ഞു പാട് എന്നിട്ട് മോള ഒഴിഞ്ഞു, പിന്നെ ഒപ്പനക്കാരോട് കളിച്ചോ ഉഷാറാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ആ താളമല്ലാത്ത സ്ഥാനത്ത് അതിങ്ങനെ കൈകൊണ്ട് അടിച്ചു കൊടുത്ത് അത് അസാധ്യമായിരുന്നു എനിക്ക്. പിന്നെ മോള് ഒപ്പന കലക്കി, കോറസും കലക്കി. മോള് അസാധ്യമായിട്ട് പാടി കേട്ടോ, ഗംഭീരമായിട്ട് പാടി. വേറൊരു നർമ്മദ, ഇതുവരെ പാടിയ നർമ്മദയൊന്നുമല്ല, വേറൊരു നർമ്മദ. എന്തായിരുന്നു ആള്? സൂപ്പർമാൻ. ഒരു സൂപ്പർമാൻ ശരീരത്തിൽ കൂടി. ആ സൂപ്പർമാനല്ല, ആ ഒരു സൂപ്പർ വുമൺ കൂടി. കലക്കി മറിച്ചു കേട്ടോ, അടിച്ചു പൊളിച്ചു, തകർത്തു. താങ്ക് യു ഫിറോസിക്ക. ഷബ്നത്ത. സൂപ്പർബ്. അത്രയും സൂപ്പർബ് എന്ന് പറഞ്ഞാലും പോരാ, അത്രയ്ക്ക് അതിനൊക്കെ അപ്പുറമായിരുന്നു. പ്രത്യേകിച്ച് ഹാഫ് ഓഫ് ദ പാർട്ട് ആരാണ്? നമ്മുടെ അൽഹനയുടെ മദർ തന്നെയാണ് മോളെ. ഷമീനയുടെ ആ ഒരു ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ടോട്ടലി നാച്ചുറൽ. കാര്യം അത് ശരിക്കും ഒരു പദം വന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത്, അതും മറ്റൊരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. എനിക്കത് പറയാതിരിക്കാൻ, ഒന്ന് സ്റ്റേജിലേക്ക് കയറുമോ പ്ലീസ്? ഞാനും വരികയാണേ. കാര്യം നമുക്കങ്ങനെ സാധാരണ റിയാലിറ്റി ഷോസിൽ കാണാൻ പറ്റാത്ത ഒരു കാര്യമാണിത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മദർ എല്ലാത്തിലും ഒന്നിനും മാറ്റി നിർത്തണ്ട. അതിപ്പോൾ ഇവിടെ അത് എന്തുമാത്രം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, എന്തുമാത്രം ആത്മാർത്ഥതയോടെയാണ് ആ ചെയ്തത്. 1% പോലും അതിൽ കുറവുണ്ടായിരുന്നില്ല. ആ കാണിച്ച വെരി വെരി നാച്ചുറൽ. ഞാൻ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. മോളെ, ഞങ്ങളെല്ലാവരും ലോസ്റ്റായിപ്പോയി. ലോസ്റ്റ് ഇൻ അനദർ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൂപ്പർ നാച്ചുറൽ പവറായിരുന്നു മോൾക്കിന്ന് പാടാനായിട്ട്. പ്രത്യേകിച്ച് നർമ്മദ, എനിക്ക് തോന്നുന്നു ഇന്ന് നർമ്മദ ബോഡി ലാംഗ്വേജിലായാലും ഡ്രസ്സിങ്ങിലായാലും ഒരു പുതിയ നർമ്മദയാണ് ഞങ്ങൾ കണ്ടത് ഇവിടെ. അതുപോലെ തന്നെയായിരുന്നു സിംഗിങ്ങും. സൂപ്പർബ്, നോ വേർഡ്സ് മോളെ, നത്തിങ് ടു സേ. താങ്ക് യു ഷബ്നത്ത. നർമ്മദ, എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരെയും ഇംപ്രസ് ചെയ്യിപ്പിച്ച് കളഞ്ഞു. പാടിയിട്ടും ആ ഒരു പെർഫോമൻസും അൽഹനൻ്റെ ഉമ്മയും ഒക്കെ കൂടി. ഇറ്റ് വാസ് എ വണ്ടർഫുൾ കളർ അല്ലേ? മാർക്സ് ചോദിക്കാം. ഫിറോസിക്ക. 40 out of 40. 40 on 40. എന്താണ് ബാക്കി മാർക്സ് ചോദിക്കണോ? ഓക്കെ, സജിലത്ത. ഒരു 0.5 കുറക്കുന്നു. കാരണം എന്തിനാ? ഫുൾ മാർക്ക് കിട്ടിയ നീ വിചാരിക്കും ഇനിയൊന്നും ഇമ്പ്രൂവ് ചെയ്യാനില്ല. അതുകൊണ്ട് 29.5. 29.5 on 30. ഷബ്നത്ത. 30 on 30. ടോട്ടൽ മാർക്സ് എത്രയാ? 99.5 on 100 ആണ് നർമ്മദയുടെ ടോട്ടൽ മാർക്സ്. ബ്രാൻഡ് മാർക്സ് ആണ്. 1.5 മാർക്ക് കുറച്ചിട്ടുണ്ട് സജിലത്ത. അത് കണ്ണ് തട്ടണ്ട വിചാരിച്ചിട്ടെങ്ങാനായിരിക്കും. നർമ്മദയുടെ ഈ ഒരു വണ്ടർഫുൾ പെർഫോമൻസിന് സമ്മാനം കൊടുക്കാണ്ട് വിടാൻ പറ്റുമോ? റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന ഒരു സൂപ്പർ സമ്മാനം. ഹാപ്പി? ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ആരാണെന്ന് നോക്കാം. സജിലത്ത. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് എല്ലാവരും സ്റ്റാർസാണ്, എപ്പോഴും പറയുന്ന പോലെ. അസ്ന ഇന്ന് എനിക്ക് വന്ന് പതിവിലും ഏറെ നന്നായിട്ട് പാടി. നെഹലക്കുട്ടിയും പാടി, നർമ്മദയും പാടി. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷെഡ്യൂളിൽ
ഏറ്റവും ഹയസ്റ്റ് മാർക്ക് നേടിയത് ഇന്നത്തെ സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആരാണ്? അതെ, നമ്മളുടെ നർമ്മദ കുട്ടിയാണ്. 99.5 നേടിയിട്ട് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡായിരിക്കും. നർമ്മദയാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ്. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ, മാലകൾ എന്തിന് ഇവളുടെ മാറിൽ, മണിമുത്ത് തൂകുന്നില്ലേ നിന്നുടെ ചിരിയിൽ. മൈലാഞ്ചി എന്തിന് കണ്ണാടി കയ്യിൽ, മണവാട്ടിക്കെന്തിന് സുറുമയും കണ്ണിൽ, മാലകൾ എന്തിന് ഇവളുടെ മാറിൽ, മണിമുത്ത്